Assalamualaikum warahmatullahi taala wabarakatuh. Bismillah, alhamdulillah, salatu wassalamu ala rasulillah wa ala alihi wa sahbihi wasallam. നമുക്കറിയാം, നമ്മളിപ്പോൾ ഇവിടെ കുറേ റിസ്കുകൾ കാണുന്നുണ്ട്. പല റിസ്കുകളും നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട റിസ്കുകളാണ് ഫിസിക്കലിയുള്ള റിസ്കുകളുണ്ട്, അതുപോലെ ഫൈനാൻഷ്യലുള്ള റിസ്കുകളുണ്ട്. അപ്പോൾ ഫൈനാൻഷ്യലുള്ള റിസ്കുകൾ, നമ്മൾ ഈ റിസ്കുകൾ എങ്ങനെ നേരിടാം, അതിനെങ്ങനെ മറികടക്കാം? നിലവിൽ നമുക്ക് റിസ്കുകളെ മറികടക്കാനായിട്ട് ഇൻഷുറൻസ് ആണുള്ളത്. ഇൻഷുറൻസ്, പലതരത്തിലുള്ള ഇൻഷുറൻസുകളുണ്ട്. ലൈഫ് ഇൻഷുറൻസും നോൺ ലൈഫ് ഇൻഷുറൻസുകളായി. നോൺ ലൈഫ് ഇൻഷുറൻസുകളിൽ വെഹിക്കിൾ ഇൻഷുറൻസ്, പിന്നെ അതുപോലെ മാരേജ് ഇൻഷുറൻസ്, പിന്നെ മെഡിക്കൽ ഇൻഷുറൻസ് തുടങ്ങി വിവിധ തരത്തിലുള്ള ഇൻഷുറൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ, ഈ ഇൻഷുറൻസുകളൊക്കെ വരുന്നത് നമ്മൾ നിലവിലുള്ള നമുക്ക് ഉണ്ടാവുന്ന ഫൈനാൻഷ്യലി ഉണ്ടാവുന്ന റിസ്കുകളെ മറികടക്കാനാണ്. കാരണം അതായത് ഒരു വെഹിക്കിള് ആക്സിഡന്റ് പെടുകയാണെങ്കിൽ അവിടെ കുറെ ഫൈനാൻഷ്യലി കുറെ ചെലവുകൾ വരും. അപ്പൊ അതൊക്കെ നമ്മള് വേറൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, അതിന് നമ്മള് മിറ്റിഗേഷൻ നടത്താം, റിസ്ക് മാനേജ്മെന്റ് നടത്താം. അപ്പൊ ഇൻഷുറൻസ് ആണ് അവിടെ നമുക്കിപ്പോൾ നിലവിലുള്ള ഓപ്ഷൻ. പക്ഷെ നമ്മളൊരു മുസ്ലിം ആയതുകൊണ്ട്, നമ്മളൊരു ഇസ്ലാമിക് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് പല കാരണങ്ങളാൽ ഹറാമായിട്ട് വരികയാണ്. അപ്പോ ഇതിന് എന്താണ് ഇസ്ലാമിലുള്ള പരിഹാരം? ഇത് ഹറാമാണെന്ന് പറഞ്ഞ് പോകുന്നതിന് പകരം ഇസ്ലാമിൽ അതിനെന്താണ് പരിഹാരം, ഇതിനെന്താണ് ബദൽ? അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് തക്കാഫുൽ. അപ്പോ തക്കാഫുലിനെ കുറിച്ച് എന്താണ്, അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ എന്താണ് പറയുന്നത്? തക്കാഫുൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞത് തന്നെ ഇൻഷുറൻസുകൾക്കുള്ള ഒരു ആൾട്ടർനേറ്റീവ് ആണ് തക്കാഫുൽ. നമുക്ക് ചുരുക്കി അങ്ങനെ പറയാം. ഇസ്ലാമിക് ഫൈനാൻസിൽ ഇൻഷുറൻസുകൾക്ക്, കൺവെൻഷണൽ ഇൻഷുറൻസുകൾക്ക് പകരമായി പ്രവർത്തിച്ചു വരുന്ന ഒരു ടൂളാണ് തക്കാഫുൽ എന്നുള്ളത്. ഇനി ഇതിന്റെ ഒരു പ്രവർത്തന രീതി നോക്കുകയാണെങ്കിൽ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചേർന്ന് അവര് നിശ്ചിത സംഖ്യ പ്രീമിയം എന്ന രീതിയിൽ അടക്കുകയും ആ അടച്ച സംഖ്യ വെച്ച് ഒരു പൂള് രൂപീകരിക്കുകയും എന്നിട്ട് ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ആ റിസ്ക് നികത്താൻ വേണ്ടി ആ ഫണ്ട് ഉപയോഗിക്കുന്ന രീതിയാണ് തക്കാഫുൽ. ഇതിൽ ഇൻഷുറൻസ് എന്നുള്ള ഒരു വ്യത്യാസം നോക്കുകയാണെങ്കിൽ, ഇൻഷുറൻസിൽ നമ്മൾ ഒരു കമ്പനിക്ക് ഫണ്ട് നൽകുമ്പോൾ പിന്നെ ആ ഫണ്ടിന്റെ ഓണർ ആ കമ്പനിയായി മാറി. പക്ഷെ തക്കാഫുൽ അങ്ങനല്ല. ആരാണോ ആ പൈസ അടക്കുന്നത് ആ പാർട്ടിസിപ്പൻസ് ആയിരിക്കും, ആ ഫണ്ടിന്റെ ഓണർഷിപ്പും ആ പാർട്ടിസിപ്പൻസിനായിരിക്കും ഉണ്ടാവാം. ഇതാണ് ഇത് തമ്മിലൊരു പ്രധാന വ്യത്യാസം. നമുക്ക് ഈ തക്കാഫുൽ പറയുമ്പോൾ ഇതിന്റെ ബേസിക് ആയിട്ട് ഇതിന്റെ സോഴ്സ് എന്താണ്? ഖുർആനിലും ഹദീസിലും എന്താ പറഞ്ഞ എല്ലാവരോടും ചോദിക്കും. ബേസിക് ആയിട്ട് ഇതിന്റെ ഒരു സോഴ്സ് നമ്മൾ നോക്കുമ്പോൾ, ഒന്ന് തഖ്വ, അതാണ് അതിന്റെ ഒന്നാമത്തെ സോഴ്സ്. നമ്മൾ നന്മയിൽ എന്താ ചെയ്യുക, പങ്കുചേരുക എന്നുള്ളത്. ഇതൊരു നന്മയാണല്ലോ, മറ്റാളെ സഹായിക്കാൻ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഖുർആനിൽ തന്നെ ഉണ്ട്, നിങ്ങൾ ഒരു മനുഷ്യനെ രക്ഷിച്ചാൽ അതൊരു സമൂഹത്തെ രക്ഷിക്കുന്നത് പോലെയാണ്. അതുപോലെ പലതും നമുക്ക് കാണാം. പിന്നെ അത് മാത്രമല്ല, ഹദീസിൽ ഇതേ അർത്ഥത്തിലുള്ള ഒരു പ്രവൃത്തിയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തി പറഞ്ഞത് കാണാൻ പറ്റും. നമ്മളെ അശ്അരിയാക്കളെ പറ്റി പറഞ്ഞൊരു ഹദീസുണ്ട്. ആ ഹദീസിൽ പറയുന്നത്, അശ്അരിയാക്കളുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷ്യക്ഷാമങ്ങൾ വരുമ്പോൾ അവരെന്ത് ചെയ്യും, അവരുടെ കയ്യിലുള്ള ഭക്ഷണങ്ങളൊക്കെ എന്ത് ചെയ്യും, ഒരു പാത്രത്തിൽ ഒരുമിച്ച് കൂട്ടും. അപ്പൊ അതില് കുറച്ചില്ല ആൾക്കാരുണ്ടാവും, ഒരുപാടുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ ഇതൊക്കെ ഒരു പാത്രത്തിൽ ഒരുമിച്ച് കൂട്ടുകയും എന്നിട്ട് എല്ലാവരും കൂടി ഒരേ രീതിയിൽ പങ്കിട്ടെടുക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ ആ രീതിയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുകഴ്ത്തി പറയുന്നുണ്ട്. ഞാൻ അവരിൽപ്പെട്ടവരാണ്, അവരെന്നിൽപ്പെട്ടവരാണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുകഴ്ത്തി പറയുന്നുണ്ട്. ഇതേ ഒരു തത്വവും രീതിയും പ്രവർത്തന രീതിയൊക്കെയാണ് തക്കാഫുൽ കാണാൻ പറ്റുന്നത്. അതായത് എല്ലാവരും കൂടി ഫണ്ട് കൊടുത്തൊരു പൂള് രൂപീകരിക്കുന്നു, എന്നിട്ട് ആ പൂളിൽ നിന്ന് ഈ ഫണ്ട് കൊടുത്ത ആൾക്കാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പൂളിൽ നിന്നെടുത്ത് സഹായിക്കുന്ന രീതി. ഇപ്പൊ ചുരുക്കത്തില് തക്കാഫുൽ എന്ന് പറയുന്നത് പരസ്പര സഹകരണത്തോടെ റിസ്ക് ഷെയറിംഗ് ആണ്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ട്രാൻസ്ഫറിംഗ് ആണ്. ഞാൻ കമ്പനിക്ക് ഒരു പൈസ കൊടുത്തു, എന്റെ കാര്യങ്ങളൊക്കെ കമ്പനി നോക്കണം പറയും. പക്ഷെ മറ്റേത് അങ്ങനല്ല, നമുക്ക് എല്ലാവർക്കും കൂടി നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള രീതിയാണ്. നമുക്ക് ഇൻഷുറൻസ് നോക്കാം. ഇൻഷുറൻസ് എന്തുകൊണ്ടാണ് ഹറാമാണെന്ന് പറയുന്നത്? ഇൻഷുറൻസ് ഹറാമാണെന്ന് പറയുന്നത് അതിന് പ്രധാനപ്പെട്ട ഒരു 3 കാരണങ്ങൾ പറയുന്നുള്ളത്. ഖറർ വരുന്നുണ്ട് അതില്,
റിബ വരുന്നുണ്ട് എന്ന് പറയുന്നത്. കാരണം നമ്മള് പണം കൊടുത്ത് പണം വാങ്ങുന്ന ഒരു ഇടപാടായിട്ടാണ് ഈ കാണുന്നത്. ഒരു സൈഡ് കോൺട്രാക്ട് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ നമ്മള് അതിൽ പണം കൊടുത്ത് പണം വാങ്ങുമ്പോൾ അതിൽ ഫിക്സ് പറയുന്ന കുറച്ച് ഷർത്തുകളുണ്ട്. മുമാസലത്ത് വേണം, യതുംബിയതായിരിക്കണം, അങ്ങനെ ഒരു 3 ഷർത്തുകൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇത്തരം ഷർത്തുകളൊന്നും ഇതിൽ പാലിക്കപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതില് കറർ വരുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. കാരണം നമ്മള് ഒരു കോൺട്രാക്ട് ആകുമ്പോൾ അതിൽ കറർ വരാൻ പറ്റില്ല. നമ്മളിപ്പോ ഈ പൈസ കൊടുത്തതിന്റെ രോഗം വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം അതിലൊരു ജഹാലത്ത് ഉണ്ടല്ലോ. അപ്പൊ ആ ജഹാലത്ത് നീങ്ങണം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ മൈസൂർ വരുന്നുണ്ട്. മൈസൂർ വരുന്നത് പറഞ്ഞാൽ എങ്ങനെയാന്ന് പറഞ്ഞാല് കമ്പനിയുടെ ലാഭം എന്ന് പറയുന്നത് നമുക്ക് പൈസ തന്നിട്ടില്ലെങ്കിൽ കമ്പനിക്ക് അത് ലാഭമാണ്. പൈസ നമുക്ക് കിട്ടിയാൽ, അതായത് ഇൻഷുറൻസ് എടുത്ത് ഒരാൾക്ക് കിട്ടുകയാണെങ്കിൽ അത് ഇൻഷുറൻസുകാർക്ക് ലാഭമാണ്. അത് ഒരാൾ നഷ്ടത്തിൽ മറ്റേ ലാഭം ഉണ്ടാവും. അത് ഇൻഷുറൻസ് എടുത്താള് ലാഭത്തിൽ ഇൻഷുറൻസ് കമ്പനിക്ക് നഷ്ടം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് അത് മൈസൂറാണ്, റിബയാണ്, പലിശയാണെന്ന് പറയുന്നത്, കററാണെന്ന് പറയുന്നത്. ഇത് 3 പ്രധാനമായിട്ടും ഹറാമാണെന്ന് പറയാനുള്ള കാരണങ്ങൾ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ തക്കാഫുൽ എന്ന് പറയുന്നത് പരസ്പര സഹകരണത്തോടെ ചെയ്യുന്ന സാധനമാണ്. ഇത് നമുക്കൊരു ഇൻഷുറൻസ് പോലെ ഒരു കമ്പനി വൈസായിട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ? ഇൻസ്റ്റിറ്റ്യൂഷണൽസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. കാരണം നമുക്ക് അതിന്റെ ഒരു ഇൻഷുറൻസ് കമ്പനികൾക്കുള്ള എല്ലാ സാധ്യതകളും ഒരു തക്കാഫുൽ കമ്പനിക്കുണ്ട്. പല സ്ഥലത്തും അത് നടന്നു പോകുന്നുണ്ട്. ആദ്യമായിട്ട് തുടങ്ങിയത് ഇത് തീർച്ചയായും നടത്താൻ പറ്റും നമുക്ക്. കാരണം പല സ്ഥലത്തും ഇത് നടന്നു പോകുന്നുണ്ട്. അപ്പോ ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് ഉള്ള എല്ലാ സാധ്യതകളും ഒരു തക്കാഫുൽ കമ്പനിക്കും ഉണ്ട്. അതിലുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റിയും. കാരണം ഇത്രയും ആൾക്കാർ ചെയ്യുന്ന സ്ഥലം, പിന്നെ നമ്മുടെ ഇന്ത്യ പോലൊരു പ്രദേശത്ത് ഇന്ത്യന്റെ നിയമവശങ്ങൾ അതിന് അനുയോജ്യമല്ലാത്തത് കൊണ്ട് ഇന്ത്യ പോലത്തെ ഒരു സ്ഥലത്ത് തുടങ്ങാനുള്ള ചില പരിമിതികളുണ്ട്. അതായത് നമ്മളിത് എങ്ങനെയാണ് അങ്ങനെ കൃത്യമായിട്ട് നടപ്പാക്കുക? അതായത് ഒരു പരസ്പര സഹകരണത്തോടെ ഇങ്ങനെ കൊണ്ടുപോകുക, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. അതായത് കൃത്യമായിട്ടുള്ള പ്രവർത്തന നമ്മളിങ്ങനെ ഇസ്ലാമിക് ഫൈനാൻസ് ആണെന്ന രീതിയിൽ കാണുമ്പോൾ ഇതിനൊരു ചാരിറ്റി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് കാണണ്ട. ഇതൊരു പക്ക ഒരു കോർപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് കണ്ടാൽ മതി ഇതിന്. അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കും? അവരുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് പറഞ്ഞാല് ആൾക്കാരിൽ നിന്ന് ഒരു കമ്പനി ആയിട്ട് പല രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനം. വ്യത്യസ്ത ടൈപ്പ് തക്കാഫുകളുണ്ട്. എന്നാ വ്യത്യസ്ത ടൈപ്പ് തക്കാഫ് അത് ഞാൻ ചോദിക്കാൻ പറഞ്ഞത്. എന്തൊക്കെ തരത്തിലുള്ള തക്കാഫ്? നമുക്ക് ഇൻഷുറൻസ് നോക്കുകയാണെങ്കിൽ ലൈഫ് ഇൻഷുറൻസും നോൺ ലൈഫ് ഇൻഷുറൻസും. അങ്ങനെ തക്കാഫിലേക്ക് വരികയാണെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള തക്കാഫ്? ഇപ്പോൾ തക്കാഫിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായിട്ട് രണ്ട് തരത്തില് നമുക്ക് എന്ത് ചെയ്യാം, തക്കാഫിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഈ നമ്മൾ ഇൻഷുറൻസ് നോക്കുകയാണെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടാവും, നോൺ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ തക്കാഫില് ഫാമിലി തക്കാഫിലുണ്ട്, ജനറൽ തക്കാഫിലുണ്ട്. ഈ ലൈഫ് ഇൻഷുറൻസുകൾക്ക് പകരം ഉള്ള തക്കാഫുകളാണ് ഫാമിലി തക്കാഫുല്. ഈ നോൺ ലൈഫ് ഇൻഷുറൻസുകൾക്ക് പകരമുള്ള തക്കാഫുലാണ് ജനറൽ തക്കാഫുല്. അപ്പൊ ഈ മോർട്ടേജ് തക്കാഫുല്, വെഹിക്കിൾ തക്കാഫുല്, ഇതൊക്കെ എന്ത് ചെയ്യും, ജനറൽ തക്കാഫുല് വരും. മെഡിക്കൽ തക്കാഫുല്, അങ്ങനെയുള്ള ലോങ് ടേം ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഫാമിലി തക്കാഫുല് വരും. ഇത് അതിന്റെ ഒരു ക്ലാസിഫിക്കേഷനാണ്. ഇനി ഇതിന് പുറമെ അതിന്റെ ഒരു പ്രവർത്തന രീതിയുടെ അടിസ്ഥാനത്തിൽ വേറെയും ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതില് ഓരോ നമ്മുടെ ഇസ്ലാമിക് ഫൈനാൻസിൽ ഓരോ കോൺട്രാക്ട് ബേസ് ചെയ്തിട്ടായിരിക്കും ഓരോ തക്കാഫുലും നടപ്പിലാക്കുക. അതില് പ്രധാനമായിട്ട് നടക്കുന്ന ചില തക്കാഫുകൾ നമുക്ക് പരിശോധിക്കാം. അത് പല ടൈപ്പ് നടക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് നടക്കുന്നത് ഒന്ന് മുബാറബ ബേസിലാണ്. നമ്മുടെ മുബാറബ എന്താണെന്നുള്ളത് നമുക്കറിയാം. ഒരാള് മണി പ്രൊവൈഡ് ചെയ്യുകയും മറ്റാൾ ബിസിനസ് ചെയ്ത് എന്നിട്ട് അതിൽ നിന്ന് പ്രീ ഡിറ്റർമിൻഡ് റേഷ്യോയില് ലാഭം പങ്കിട്ടെടുക്കുന്ന രീതിയാണ് മുബാറബ. അപ്പൊ ഈ ഒരു മുബാറബ തക്കാഫുലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള തക്കാഫുലുകളാണ് മുബാറബ ബേസ്ഡ് തക്കാഫുൽ. ഇതുപോലെ തന്നെ വക്കാലത്ത് ബേസ് ചെയ്തിട്ടുള്ള വക്കാല മോഡൽ തക്കാഫുലുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ വഖഫ് ബേസ് ചെയ്തിട്ടുള്ള വഖഫ് മോഡൽ തക്കാഫുലുകളുണ്ട്. പിന്നെ ഇതല്ലാണ്ട് ഒരു ലാഭനഷ്ടരഹിത കോർപ്പറേറ്റീവ് തക്കാഫുലുകളൊക്കെ ഉണ്ട്. അപ്പോൾ ലോകത്തിന്റെ പല സൈഡിലും പല രീതിയിലുള്ള തക്കാഫുലുകളാണ് നടപ്പിലാക്കി വരുന്നത്. ഇത്
നമുക്കൊരു ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് നമുക്ക് ലോങ് ടേം ആയിട്ട് കൊണ്ടുപോകാൻ റിസ്ക് ആയിരുന്നു. അപ്പൊ ഇതിനൊരു കൊമേഴ്ഷ്യലൈസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് കൊണ്ടുപോകുക? ഇതിപ്പോ നമ്മൾ കൊമേഴ്ഷ്യലൈസ് ചെയ്യുമ്പോൾ നമ്മൾ മുനാറബ ബേസ്ഡ് തക്കാഫുകൾ നോക്കാം. ഇപ്പൊ ഒരു കമ്പനി ഉണ്ട്. അപ്പൊ ആ കമ്പനി എന്ത് ചെയ്യും, നമ്മളുടെ ഒരു ആൾക്കാരിൽ നിന്ന് തക്കാഫില് പ്രീമിയം വാങ്ങി ഫണ്ട് പൂൾ ചെയ്യും. എന്നിട്ട് ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് കമ്പനി അത് രണ്ടാക്കി തിരിക്കും. ആ കിട്ടുന്ന ഫണ്ട് ഒന്ന് റിസ്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട്, പിന്നെ ഒന്ന് ഇൻവെസ്റ്റ്മെന്റിനുള്ള ഫണ്ട്. ഉദാഹരണത്തിന് 1000 രൂപ പ്രീമിയം അടക്കുകയാണെങ്കിൽ അതിലൊരു 600 രൂപ റിസ്കിന് വേണ്ടിയും 400 രൂപ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയും ഇതാക്കും. അപ്പൊ ആ ഇൻവെസ്റ്റ്മെന്റിന്റെ ഫണ്ട് വേറെ പോകും, റിസ്കിന്റെ ഫണ്ട് അവിടെ ഉണ്ടാവും. എന്തായാലും ഏതെങ്കിലും തരത്തിൽ റിസ്ക് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടിയുള്ള ഫണ്ട് അവിടെ റിസർവ് മണി ആയിട്ട് അവിടെ ഉണ്ടാവും. ഈ മറ്റേ ഫണ്ട് എന്ത് ചെയ്യും, അത് വെച്ച് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. അപ്പൊ ആ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റ് ഉണ്ടാവുമല്ലോ, ആ പ്രോഫിറ്റ് ഇവര് മുമ്പേ നിശ്ചയിച്ചിട്ടുണ്ടാവും. അതിൽ 60% പാർട്ടിസിപ്പൻസിനാണ്, 40% കമ്പനിക്കാണ്. അപ്പൊ അതൊരു ഉദാഹരണം പറഞ്ഞതാണ്. അത് ഓരോ കമ്പനിയുടെ മാറ്റം ഉണ്ടാവും. അപ്പൊ ആ രീതിയിലുള്ള അതിന് ഇപ്പോൾ 1000 രൂപ ഒരു മാസം ലാഭം കിട്ടുകയാണെങ്കിൽ 600 രൂപ പാർട്ടിസിപ്പൻസിനും 400 രൂപ കമ്പനിക്കും കിട്ടും. അങ്ങനെയാണ് കമ്പനി ഈ മുനാറബ വയസ്സിൽ ലാഭം ഉണ്ടാക്കുന്നത്. അതൊരു കമ്പനിയുടെ പ്രോഫിറ്റ് ആണ്. അപ്പോ ഇവിടെ പാർട്ടിസിപ്പൻസിനും ലാഭമുണ്ട്, കമ്പനിക്കും ലാഭമുണ്ട്. ആ രീതിയിലാണ് നടക്കുന്നത്. നമ്മളെ ഇൻഷുറൻസിൽ നോക്കുകയാണെങ്കിൽ പാർട്ടിസിപ്പൻസിന് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ ലാഭം. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റും കൂടിയായി കാണാം. ഓക്കെ. അപ്പൊ ചുരുക്കത്തില് ഒരു ഫണ്ട് പൂൾ ചെയ്തിട്ട് അത് രണ്ടായി തരംതിരിക്കും. ഒന്ന് ഇൻവെസ്റ്റ്മെന്റിനായി നീക്കും, മറ്റൊന്ന് ലിക്വിഡ് ആയിട്ട് അവിടെ കൊടുക്കും. അപ്പൊ അത്യാവശ്യമാണ്, അതായത് റിസ്കാരൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്നാകും അതിൽ നിന്ന് ആ ലിക്വിഡ് ഫണ്ടിൽ നിന്ന് എടുത്തു കൊടുക്കും. ഇതാണ് തക്കാഫുൽ. നമ്മളെ തക്കാഫുല് ഇന്ത്യയിൽ നടപ്പാക്കുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അത് മറ്റു രാജ്യങ്ങളൊക്കെ നടപ്പാക്കുന്നത് ഡ്യുവൽ സിസ്റ്റത്തിലൂടെ വഴിയാണ്. ഇൻഷുറൻസിന് സാധാ ഇൻഷുറൻസ് ഉണ്ട്, അതേപോലെ ഇസ്ലാമിക് ഇൻഷുറൻസും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇന്ത്യയിൽ അതിന് നിയമ തടസ്സങ്ങളുണ്ട്, അതിന് സാധൂകരണം കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിലും നമ്മളിപ്പോ മറ്റ് ഇസ്ലാമിക് ബാങ്കുകൾ നമുക്ക് ഈ ലിമിറ്റേഷൻസിനുള്ളിൽ വെച്ച് നമ്മൾ നടത്തുന്നുണ്ട്, ബാങ്ക് അല്ലാത്ത രീതിയിൽ നമ്മൾ നടത്തുന്നു. അപ്പൊ നമുക്ക് ഈ തക്കാഫുൽ അതുപോലെ നമുക്ക് നടത്താൻ പറ്റും. ലിമിറ്റേഷന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അത് നിയമത്തെ തെറ്റിക്കാതെ നമുക്ക് നടത്താൻ സാധ്യതയുണ്ട്. നമുക്ക് ഒരു കുറിയൊക്കെ നടത്തുന്ന രീതിയിലൊക്കെ നടത്താം തക്കാഫുൽ. അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനൈസ് ചെയ്യാണ്ട് ഏതെങ്കിലും രീതിയിൽ ചെറിയ രീതിയിൽ കുറച്ച് ആൾക്കാർ കൂടിയിട്ടൊക്കെ നടത്തുന്ന രീതിയിൽ നടത്താം. ഇനി നമുക്ക് കേരളത്തിലെ മഹല്ല് സംവിധാനങ്ങൾ അതിന് പറ്റിയ ഒരു മാർഗമാണ്. അപ്പോ നമ്മൾ ആ ഈ മഹല്ലിൽ നടപ്പിലാക്കാന്നുള്ളത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം നമുക്ക് നമ്മുടെ ഒരു സമൂഹത്തെ മൊത്തമായിട്ട് ഒരു ഓർഗനൈസേഷന്റെ കീഴിൽ കിട്ടുകയാണ്, ലോക്കൽ ബോഡി ഓർഗനൈസേഷന്റെ കീഴിൽ. അപ്പൊ ആ രീതിയിൽ മഹല്ലുകളിൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ ആ നാട്ടിലെ ആൾക്കാർക്കും ഗുണമായിരിക്കും. ഒരു മുനാറബ പൈസ നമ്മൾ വിശദീകരിച്ചു. മുനാറബ പൈസയൊക്കെ നടത്തുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിനും കൂടി കിട്ടുകയാണ് പൈസ. അപ്പൊ ആ നാട്ടില് കുറച്ച് പൈസ ഇൻവെസ്റ്റ്മെന്റിനും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ആ നാട്ടില് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, കുറെ പുരോഗതി ഉണ്ടാവും. മൈക്രോ ഫൈനാൻസിങ്ങിനും കൂടിയുള്ള സാധ്യത ഉണ്ട്. അപ്പോ മഹലില് നടപ്പിലാക്കാന്നുള്ളത് നല്ലൊരു സാധ്യതയാണ്. നമ്മളിപ്പം തക്കാഫുലിനെ കുറിച്ച് ചെറിയ രീതിയിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ ചർച്ചകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.